UGC നെറ്റ് പേപ്പർ 1ൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. മെയിനായിട്ട് 4 ടോപ്പിക്സാണ് കവർ ചെയ്യുന്നത്. ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ, ലെറ്റർ സീരീസ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ബാരിയേഴ്സ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഇത് എല്ലാം പൂർണ്ണമായിട്ട് കവർ ചെയ്യുന്നില്ല. ചില ഭാഗങ്ങൾ നമ്മൾ ഇതിൻ്റെ ബാക്കി അടുത്ത സെഷനുകളിൽ കവർ ചെയ്യും. മെയിനായിട്ട് നമ്മൾ പ്രോബ്ലം ഭാഗമാണ്, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനാണ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ലെറ്റർ സീരീസ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഇന്നലെ ഞാനൊരു ടേബിള് ഷെയർ ചെയ്തിരുന്നു, നിങ്ങളെ കയ്യിലുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഒരു ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യനാണ്. ഈ ചോദ്യം ഒന്ന് നോക്കുക. ഇത് കഴിഞ്ഞ 2023 തോന്നുന്നു, കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഏത് വർഷമാണ് വന്നതെന്ന് ഓർമ്മയില്ല, മുമ്പ് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിൽ ചോദിക്കുന്നത് ഇത്തരം ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ചോദ്യങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ആവറേജ് കാണാനുണ്ടാവും, പെർസെൻറ്റേജ് കാണാനുണ്ടാവും, എല്ലാ രീതിയിലുള്ള പ്രോബ്ലം ഭാഗങ്ങളും ഇതിൽ ഉണ്ടായിരിക്കും. സാധാരണഗതിയിൽ 5 ചോദ്യങ്ങളാണ് നമുക്ക് ഉണ്ടായിരിക്കുക. 5 ചോദ്യങ്ങൾക്ക് 2 മാർക്ക് വീതം കിട്ടുകയാണെങ്കിൽ 10 മാർക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. ഇത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് 10 മാർക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. ഇത് വളരെ എളുപ്പത്തിൽ ക്ലിയർ ചെയ്യാവുന്ന ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും തരിക. സാധാരണഗതിയിൽ നമുക്ക് 1 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന ചോദ്യങ്ങളെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ 1 മിനിറ്റ് കൊണ്ട് തീർക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച പോലെയുള്ള രീതിയിൽ ചെയ്യണമെങ്കിൽ കുറേ സമയമെടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യത്തിലേക്ക് കിടക്കാം. ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന ഈ ടേബിൾ ഒന്ന് റെഫർ ചെയ്യാം. എക്സാമിന് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ടേബിൾ എന്ത് ചെയ്യുക, ഷോർട്ടാക്കിയിട്ട് നിങ്ങളെ കയ്യിലുള്ള പേപ്പറിലേക്ക് വരയ്ക്കുക. ഒരു പേപ്പറും പേനയും നിങ്ങൾക്ക് അവിടുന്ന് തരും, എക്സാം ഹാളിൽ തരും. കമ്പ്യൂട്ടറിലാണ് നിങ്ങൾ എക്സാം എഴുതുന്നത് എന്നതുകൊണ്ട് തന്നെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഈ ടേബിൾ നമുക്ക് എന്ത് ചെയ്യും, ഇത് ഹൈഡായി പോകും, നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഓരോ ചോദ്യങ്ങൾ വായിക്കുന്ന സമയത്തും നമുക്ക് ഈ ടേബിൾ വെച്ച് കമ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ വീണ്ടും സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ചോദ്യം കാണാൻ കഴിയില്ല, അല്ലെങ്കിൽ ടേബിൾ കാണാൻ കഴിയില്ല. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും, പെട്ടെന്ന് തീർക്കാൻ കഴിയില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു 5 സെക്കൻഡോ 20 സെക്കൻഡിൻ്റെ ഉള്ളിൽ ഈ ടേബിൾ ഷോർട്ടായിട്ട്, വൃത്തിയിൽ വരക്കണമെന്നില്ല, ഇയർ പെർസെൻറ്റേജ് മാത്രം കവർ ചെയ്ത് ജസ്റ്റ് വരച്ച് വെക്കുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. ഇത് 2020, 2021, 2022 കാലഘട്ടങ്ങളിലെ സ്റ്റുഡൻസിൻ്റെ മാർക്ക് പേഴ്സൻറ്റേജാണ്. ഓക്കെ, എൻറോൾമെൻറ്റ് പേഴ്സൻറ്റേജാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് 2020 ആർട്സ്, സയൻസ്, കൊമേഴ്സ് എന്നീ സബ്ജക്റ്റുകളിൽ കുട്ടികൾ എത്ര കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് സയൻസ് സ്റ്റുഡൻസ് ഫ്രം 2020 ടു 2022? 2020 ടു 2022 വരെയുള്ള സയൻസ് സ്റ്റുഡൻസിൻ്റെ പേഴ്സൻറ്റേജ് കാണാനാണ് പറഞ്ഞത്. ഓക്കെ, ആവറേജ് എത്ര സ്റ്റുഡൻറ്റ് ഉണ്ടായിരിക്കും, പേഴ്സൻറ്റേജിൽ ആവറേജ് കാണാനാണ് പറഞ്ഞത്. അപ്പോൾ ആവറേജ് കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആവറേജ് കാണുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ടോട്ടൽ കൂട്ടിയിട്ട് എന്ത് ചെയ്യും, അതിനെ 3 കൊണ്ട് ഹരിക്കല്ലേ ചെയ്യുക. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, 30 പ്ലസ് ഇതാണല്ലോ വാല്യൂ, സയൻസ് 2020, 2021, 2022. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് ആദ്യം പറയുന്നത്. ഇങ്ങനെയല്ല അത് ചെയ്യുക കേട്ടോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, 30 പ്ലസ് 40 പ്ലസ് 25 ഹരിക്കണം 3 ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ ആൻസർ കിട്ടില്ല. കാരണം ഈ ഓപ്ഷനിൽ എന്തല്ല, എണ്ണമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ പേഴ്സൻറ്റേജ് ആയിട്ടുള്ള അല്ല കൊടുത്തിട്ടുള്ളത്. പേഴ്സൻറ്റേജ് ആണെങ്കിൽ 30, 40, 25 ഒക്കെ പേഴ്സൻറ്റേജാണ്. അപ്പോൾ പേഴ്സൻറ്റേജിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, എണ്ണത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. എണ്ണത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ചോദ്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ടോട്ടൽ സ്റ്റുഡൻസ് എത്ര ഉണ്ടെന്ന് മനസ്സിലാവും. ടോട്ടൽ സ്റ്റുഡൻസ് 5000 ആളുകളാണ്. അപ്പോൾ ഈ 5000 ആളുകളുടെ ടോട്ടൽ പേഴ്സൻറ്റേജാണ് കാണേണ്ടത്. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, ഇത് 3ഉം ടോട്ടൽ ചെയ്യും.
30 + 40 + 25 എത്രയാണ്? 40, 70, 80, 90, 95 അല്ലേ? 30, 40, 50, 60, 95. അപ്പോൾ നമ്മൾ 5000ൻ്റെ 95% വാല്യൂ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. ഇങ്ങനെയല്ല ശരിക്കും ഇത് കാണാം. അപ്പോൾ ഇതിൻ്റെ ആവറേജ് കാണുമ്പോൾ ടോട്ടലിൻ്റെ ആവറേജ് അല്ല എടുക്കേണ്ടത്, ഓരോ വർഷത്തെയും ആവറേജ് എടുക്കണം. അപ്പോൾ ഇതും നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. നമുക്കിത് സ്ഥിരമായിട്ട് ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് തന്നെ പല ആളുകളും എന്ത് ചെയ്യും, ഒരു ഓവർ കോൺഫിഡൻസ് കാരണം എന്ത് ചെയ്യും, ഇങ്ങനെ ഒന്നിച്ച് ആവറേജ് എടുക്കും. അത് മിസ്റ്റേക്കാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം എന്ത് ചെയ്യും, 2020 പെർസെൻറ്റേജ് കണക്കാക്കുക. 2020 എത്ര പെർസെൻറ്റേജ് ഇവിടെ തന്നിട്ടുണ്ടല്ലോ. 2020 സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ എത്ര കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് നോക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യാം, ടോട്ടൽ 5000 ആളുകളാണല്ലോ. 5000 ഇൻറ്റു എത്ര ശതമാനമാണ്? 30%. അപ്പോൾ അതേ ഹരിക്കണം 100. ഇത് നമ്മൾ 2020 കേട്ടോ നോക്കണത്, 2020. അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ കിട്ടാം? അപ്പോൾ ഇതിൽ വെട്ടി ഒഴിവാക്കാനൊക്കെ പറ്റൂലേ? ഈ 0 ഈ 0 വെട്ടാം, ഈ 0 ഈ 0 വെട്ടാം. അപ്പോൾ പിന്നെ നമുക്ക് ഇത് രണ്ടും ഗുണിച്ചാൽ എന്ത് ചെയ്തു, ആൻസർ കിട്ടും. 500 × 3. 500 × 3 എത്ര? 1500. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2020 30% സയൻസ് സ്റ്റുഡൻ്റ് ഉണ്ടല്ലോ. 30% സയൻസ് സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണമാണെന്ന് കിട്ടി അല്ലേ? മനസ്സിലായല്ലോ അല്ലേ? 1500 സ്റ്റുഡൻ്റ് ഉണ്ട്. ഇതേപോലെ നമുക്ക് 3 വർഷത്തെയും കാണണമല്ലോ അല്ലേ? 2021 അതുപോലെ 2022 സ്റ്റുഡൻസിൻ്റെ എണ്ണം കാണും. അപ്പോൾ ഒന്ന് കാണും, 2021 എത്ര സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ അഡ്മിഷൻ എടുത്ത എത്ര സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു എന്ന് കാണൂ. നിങ്ങളെ കയ്യിൽ പേനും പേപ്പറും ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുക? 5000 അത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ടേബിൾ വെച്ചിട്ട് ക്വസ്റ്റ്യൻ എന്താ 2022 ആണല്ലോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2000 to 2022. ആ ഡേറ്റ അത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തരുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതല്ലേ? ഓക്കെ, അതിൽ ഡാറ്റ തന്നിട്ടില്ലല്ലോ. നമുക്ക് 2022 വരെയുള്ള ഡാറ്റ അല്ലേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കൂ. വാട്ട് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് സയൻസ് സ്റ്റുഡൻസ് ഫ്രം 2020 to 2022? ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 2020 മുതൽ 2022 വരെയുള്ള സ്റ്റുഡൻസിൻ്റെ കാണേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കൂ. ഇപ്പോൾ നമുക്ക് അങ്ങനെ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അങ്ങനെ എന്ത് ചെയ്യും, നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഡാറ്റ തരാൻ ചില ക്വസ്റ്റ്യനിൽ അങ്ങനെ തരും, ചില ക്വസ്റ്റ്യനിൽ അങ്ങനെ തരാതിരിക്കുകയും ചെയ്യും. നമ്മൾ ക്വസ്റ്റ്യൻ എന്താണോ തന്നിട്ടുള്ളത് അത് മാത്രം നോക്കിയാൽ മതി. മുകളിലുള്ള ഇൻഫോർമേഷൻസ് പൂർണ്ണമായിട്ടും ചിലപ്പോൾ എന്ത് ചെയ്യില്ല, നമുക്ക് ആവശ്യമുള്ളതാവാം, ചിലപ്പോൾ ആവശ്യമില്ലാത്ത ഇൻഫോർമേഷൻസ് തരും, കൺഫ്യൂസിങ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് തരും. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല. ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണോ അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി താഴത്തുള്ള ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ 2021 മാത്രം കണക്ക് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ചോദിച്ചപ്പോൾ 2020 2020 ആർട്സും 2022 കൊമേഴ്സും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എന്താണ് ഇനി 2023 ഒരു കണക്ക് ചോദിക്കുന്നുണ്ട്. 10% ഇൻക്രീസാണ് 2023 വരുന്നത്. അപ്പോൾ എത്രയായിരിക്കും? അങ്ങനെയും കണക്ക് വരുന്നുണ്ട്. അത് ഏതാണോ ചോദിക്കുന്നത് അതെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് 2021 സയൻസ് സ്റ്റുഡൻസ് എത്ര എണ്ണം ഉണ്ട് നോക്കാം അല്ലേ? ഒന്ന് ചെയ്ത് നോക്കൂ. 40 × 100. ഓക്കെ, അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് വെട്ടിച്ചെറിയാം. അത് ഹരിച്ച് ചെയ്യുമ്പോൾ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ എന്താ ചെയ്യാം, ഈ 0 ഈ 0 വെട്ടാം, ഈ 0 ഈ 0 വെട്ടാം. പിന്നെ നമുക്ക് 500 × 4 എത്രയാണ്? 2000. ഇതാണ് 2021 ആൻസർ. ഇനി ഇതേപോലെ 2022 ചെയ്യാം. 2022 ടോട്ടൽ എണ്ണം 5000 ഇൻറ്റു
എത്രയാണ്? 25 2025 പെർസെൻറ്റേജ്. അപ്പോൾ 25/100 ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇത് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി, നിങ്ങൾ ചെയ്യും. ഓക്കെ, ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എളുപ്പ വഴിയിൽ വെട്ടിച്ചെറുതാക്കാം. ഈ 0 ഈ 0 വെട്ടാം, ഈ 0 ഈ 0 വെട്ടാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 50 × 25 കിട്ടും. 50 × 25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കാൽക്കുലേറ്റർ കൊണ്ടുപോകാൻ പറ്റില്ല. എത്ര? 1250. എക്സാമിന് നമ്മൾ എന്ത് ചെയ്യണം? സ്വന്തമായിട്ട് തന്നെ ചെയ്യേണ്ടി വരും. കാൽക്കുലേറ്റർ പോലുള്ള സാധനങ്ങൾ, ഫോണ്, വാച്ച്, ഒരു സാധനങ്ങളും എക്സാമിന് നെറ്റിന് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെന്ത് ചെയ്യുക? നിങ്ങൾ മനക്കണക്കായിട്ട് തന്നെ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പേപ്പറും പേനും തരും, അതിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം? ടോട്ടൽ നമ്മൾ കാണേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള എന്ത് കിട്ടി? വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ 5000 എന്താ ചോദ്യത്തിലുണ്ടല്ലോ, ടോട്ടൽ സ്റ്റുഡൻറ്റ് 5000. ഈ 5000-ൻ്റെ 30% 2020 അഡ്മിഷൻ എടുത്തത്. 2021 അഡ്മിഷൻ എടുത്തത് എന്താണ്? എത്രയാ? 40%. 2023 അഡ്മിഷൻ എടുത്തത് എത്രയാണ്? 25%. 2024 എത്ര അഡ്മിഷൻ എടുത്തത് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. 2025 പറഞ്ഞിട്ടില്ല. പക്ഷേ 2023 24 പറഞ്ഞിട്ടില്ല. പക്ഷേ 2023 24 അഡ്മിഷൻ എന്തുണ്ട്? ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്തു? 5000 × 30 ഓരോ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ ചെയ്തു. അപ്പോൾ ഇത് എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യാം. 1500 പ്ലസ് 2000 പ്ലസ് 1250. 1500 പ്ലസ് 2000 പ്ലസ് 1250. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഒരു വാല്യൂ കിട്ടും. എത്രയാണ് ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നത്? 4750 അല്ലേ? ഓക്കെ, 4750 നമുക്ക് ടോട്ടൽ കിട്ടി. ഓക്കെ, ഇപ്പോൾ ഈ 4850 ടോട്ടലാണ്. ഇതിൻ്റെ ആവറേജ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ? ആവറേജ് നമ്പർ. അപ്പോൾ ആവറേജ് കാണുമ്പോൾ ടോട്ടലിനെ, അതായത് നമുക്ക് കിട്ടിയ 4750-നെ എത്ര കൊണ്ട് ഹരിക്കേണ്ടി വരും? 3 കൊണ്ട് ഹരിക്കേണ്ടി വരും. ഓക്കെ, 4750 ഹരിക്കണം 3 കൊണ്ടാണ് ഹരിക്കുന്നത്. ആവറേജ് കാണാൻ വേണ്ടിയിട്ട് ടോട്ടൽ വാല്യൂവിനെ നമ്മൾ എത്ര എണ്ണം ഉണ്ട് അതുകൊണ്ട് ഹരിക്കുക ചെയ്യാം. നമ്മൾ മീഡിയം മോഡൊക്കെ പഠിച്ച സമയത്ത് സിഗ്മ x/n എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലായിരുന്നു? സിഗ്മ x/n. അപ്പോൾ അത് ഇവിടെ ഇക്വേഷൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് കിട്ടി? 4750 ഹരിക്കണം 3. അപ്പോൾ ഹരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുക? നമുക്ക് കൃത്യമായിട്ട് പോയിൻ്റ് വൈസായിട്ട് കിട്ടുകയാണെങ്കിൽ 1583 പോയിൻ്റ് സംതിങ് ഉണ്ടാവും. ഒരു 3 കിട്ടും. ഓക്കെ, അപ്പോൾ അത് ചോദ്യത്തിലേക്ക് നോക്കുക. ചോദ്യത്തിലേക്ക് നോക്കുന്ന സമയത്ത് കറക്റ്റ് ഉത്തരം ഇവിടെ ഉണ്ട്, 1583. ഇതാണ് ആൻസർ. അപ്പോൾ ആവറേജ് കാണുമ്പോൾ, ഇനി ആവറേജ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുക. സിഗ്മ x/n ആണ് ആവറേജ് കാണാനുള്ള ഇക്വേഷൻ. ആവറേജ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ടോട്ടൽ കാണുക, എന്നിട്ട് എത്ര എണ്ണം ഉണ്ട് അതിനെ കൊണ്ട് അത് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ ടേബിൾ ഉണ്ടല്ലോ. ഇപ്പോൾ ഇങ്ങനെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ടേബിൾ മിസ്സാവുകയാണെങ്കിൽ നിങ്ങൾ വരച്ചു വെച്ചത് ഉപകാരപ്പെടും. 2021 ഇൻ 2021 ഹൗ മെനി മോർ സ്റ്റുഡൻസ് വേർ ഇൻ സയൻസ് ദാൻ കൊമേഴ്സ്? ഇപ്പോൾ 2021 എന്താണ്, എത്ര കൊമേഴ്സിനേക്കാളും എത്ര കൂടുതലുണ്ട് സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികൾ അഡ്മിഷൻ എടുത്തത്? ടേബിളിൽ പറയുന്നത് ഓരോ വർഷവും എത്ര ശതമാനം കുട്ടികൾ അഡ്മിഷൻ എടുത്തു എന്നാണല്ലോ.
സയൻസിൽ 40% കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, 5000-ൻ്റെ 40%. കൊമേഴ്സിൽ 5000-ൻ്റെ 25% ആളുകൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര കൊമേഴ്സിനെ അപേക്ഷിച്ച് സയൻസിൽ എത്ര കുട്ടികൾ അധികമുണ്ട് എന്നാണ് ചോദ്യം. സയൻസിനെ അപേക്ഷിച്ച് കൊമേഴ്സിൽ എത്ര കുട്ടികൾ അധികമുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കാണാം? ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? സയൻസിൻ്റെ പേഴ്സൻറ്റേജ് കാണാം, കൊമേഴ്സിൻ്റെ പേഴ്സൻറ്റേജ് കാണാം. ഇപ്പോൾ സയൻസിൻ്റെ ഓൾറെഡി നമ്മളവിടെ കണ്ടുവച്ചല്ലോ, 2021 സയൻസിൻ്റെ പേഴ്സൻറ്റേജ് നമ്മുടെ കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ, 2000 ആണ് അല്ലേ. 2021 2000 കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. 2021 ടോട്ടൽ നമ്മളെങ്ങനെ ചെയ്തത്? 5000 ഇൻറ്റു എത്രയാണ്? 40/100. അതിന് ആൻസർ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, 2000. ഇത് സയൻസാണ്. ഇനി നമ്മൾക്ക് കൊമേഴ്സ് 2021 കൊമേഴ്സ് നോക്കണം. 2021 കൊമേഴ്സ് ആ ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് നിങ്ങളുടെ കയ്യിലുള്ള ടേബിൾ നോക്കാം. 25% അഡ്മിഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 25% അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതുക? 5000 ഇൻറ്റു 25/100. അപ്പോൾ ഇതേ കണക്ക് നമ്മൾ മുകളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. ഇതിൻ്റെ ഈ കൊമേഴ്സിൻ്റെതല്ല, അല്ലാതെ തന്നെ ഇവിടെ സയൻസിൽ തന്നെ 2025 വാല്യൂ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ 25-ന് 5000 കൊണ്ട് 25% ഓൾറെഡി അവിടെ പേഴ്സൻറ്റേജ് കണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വീണ്ടും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 5000 ഇൻറ്റു അപ്പോൾ സമയത്ത് എത്രയാണ് നമ്മളിവിടെ ഇത് വെട്ടി പിന്നെ 50 ഇൻറ്റു 25 ആൻസർ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ മുമ്പ് ചെയ്ത് വെച്ചതാണോ നോക്കണം. വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഒരേ പ്രോബ്ലം ചെയ്യരുത്. നമ്മളെ സമയം വിലപ്പെട്ടതാണ്. അപ്പോൾ എന്ത് ചെയ്യാം? 1250 ആൻസർ വരിക. ഇനി നമുക്കിതിൻ്റെ ഡിഫറൻസ് കണക്കാക്കണം. ഡിഫറൻസ് കണക്കാക്കാൻ വളരെ സിമ്പിളാണ്. ഇതിൽ നിന്ന് എന്ത് ചെയ്യുക? ഈ വാല്യൂ മൈനസ് ചെയ്യാം. അപ്പോൾ 2000 മൈനസ് 1250 ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആൻസർ എത്രയാണ്? ഓക്കെ, 750 ആൻസർ വരിക. ഓക്കെ, ഇത് ഇനി ഡിഫറൻസ് കാണുമ്പോഴൊക്കെ ഇതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക? പേഴ്സൻറ്റേജിനെ എന്ത് ചെയ്യരുത്? പല ആൾക്കാരും എന്ത് ചെയ്യും? പേഴ്സൻറ്റേജ് ഡിഫറൻസ് കാണും. അതായത് 40 മറന്നിട്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ ടെൻഷൻ കാരണം അല്ലെങ്കിൽ കൺഫ്യൂഷൻ കാരണം എന്ത് ചെയ്യും? 40-ന് 25% കുറക്കും. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് കിട്ടും 15 എന്ന് കിട്ടും. 15%. അപ്പോൾ 500-ൻ്റെ 15, 5000-ൻ്റെ 15% കാണുമ്പോൾ ചിലപ്പോൾ ഉത്തരം ചിലപ്പോൾ ശരിയായേക്കാം, ചിലപ്പോൾ എന്ത് ചെയ്യും? ആ രീതിയിൽ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ തെറ്റും. അങ്ങനെയല്ല ശരിക്കും അതിൻ്റെ രീതി. നമ്മൾ രണ്ടിൻ്റെയും പ്രത്യേകം പേഴ്സൻറ്റേജ് വാല്യൂ തന്നെ കണ്ടിട്ട് മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് 750. ഓക്കെ, ഇനി മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഇവിടെ റേഷ്യോ കണക്കാക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇവിടെ നമ്മൾ സാധാരണ റേഷ്യോ എങ്ങനെ ചെയ്യുകയാണ്? റേഷ്യോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക? അതേ രീതിയിലാണ് ഇവിടെ ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ്റെ ക്വസ്റ്റ്യൻ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും വരും. പേഴ്സൻറ്റേജ് വരും, ആവറേജ് കാണാൻ വരും, റേഷ്യോ കാണാൻ വരും. അപ്പോൾ ഈ ഒറ്റ ക്വസ്റ്റ്യൻ ശരിക്കായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള പ്രോബ്ലംസ് എല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ആർട്സ് സ്റ്റുഡൻസ് ഇൻ 2020 ടു കൊമേഴ്സ് സ്റ്റുഡൻസ് ഇൻ 2022? ആർട്സ് സ്റ്റുഡൻറ്റിൻ്റെ 2020 യും കൊമേഴ്സ് സ്റ്റുഡൻറ്റിൻ്റെ 2022 റേഷ്യോ കണക്കാക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ ടേബിൾ ഓൾറെഡി നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ 2020 ആർട്സ് സ്റ്റുഡൻറ്റിൻ്റെ പേഴ്സൻറ്റേജ് എത്രയാണ് നോക്കുക, 2022 കൊമേഴ്സ് സ്റ്റുഡൻറ്റിൻ്റെ പേഴ്സൻറ്റേജ് എത്രയാണ് നോക്കുക. ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ 2000 ഏതാണ് ചോദിച്ചത്? 2020 ആർട്സ് സ്റ്റുഡൻറ്റിൻ്റെ പേഴ്സൻറ്റേജ്. 2020 ആർട്സ് സ്റ്റുഡൻറ്റ് 40 2020 ആർട്സ് സ്റ്റുഡൻറ്റിൻ്റെ പേഴ്സൻറ്റേജ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2020
40 അല്ലേ. 2022 കൊമേഴ്സ് സ്റ്റുഡൻറ്റിൻ്റെ പേഴ്സൻറ്റേജ് എത്രയാണ് നോക്കുക. 30 കൊമേഴ്സ് സ്റ്റുഡൻറ്റിൻ്റെ പേഴ്സൻറ്റേജ് 30. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ വാല്യൂ കണ്ടെത്തുക. ഇത് ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ വരും. നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ച പേഴ്സൻറ്റേജിനെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ 30%, 25% ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ചതാണ്. അപ്പോൾ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഈ പ്രോബ്ലം മുമ്പ് ചെയ്തിട്ടുണ്ടോ ഇതേ ക്വസ്റ്റ്യനിൽ നോക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ വാല്യൂ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമ്മൾ കാണുകയാണ്. 40 എന്ന് പറഞ്ഞാൽ 5000 ഇൻറ്റു 40/100. പിന്നെ 30 കാണുമ്പോൾ 5000 ഇൻറ്റു 30/100. ഓൾറെഡി ഇവിടെ ചെയ്തത് കൊണ്ട് തന്നെ ഇതാകണം. ഇവിടെ നമ്മൾ ഇതിൻ്റെ അല്ല വേറൊരു വാല്യൂ ആണെങ്കിലും 30% ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ 5000-ൻ്റെ 30%, 5000-ൻ്റെ 40%, 5000-ൻ്റെ 25% ഓൾറെഡി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ആ വാല്യൂവിനെ നമുക്ക് എടുക്കാം. 40% എന്ന് പറഞ്ഞാൽ എത്രയെന്ന്, അപ്പോൾ 0 ഇവിടെ വെട്ടി, ഇവിടെ വെട്ടി, ഇവിടെ വെട്ടി. അപ്പോൾ 500 × 4 2000 നമുക്ക് നേരത്തെ കിട്ടിയിരുന്നത്. 30% ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തത് വെട്ടിച്ചെറുതാക്കിയിട്ട് തന്നെ ചെയ്തത്. ഈ 0, ഒരു 0 ഇവിടെ, ഒരു 0 വെട്ടി, പിന്നെ 1500. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാണ്, റേഷ്യോ എത്രയാണ്, 2000:1500. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ക്വസ്റ്റ്യനിലേക്ക് നോക്കുക, ഇതാണ് ആൻസർ. ഈ ആൻസർ ഇതിൽ ഉണ്ടോ നോക്കുക. ഇല്ല. 4:3, 3:4, 2:3, 1:1 അങ്ങനെയാണ്. അപ്പോൾ 2000:1500 നമുക്ക് ചെറുതാക്കാം. 2000:1500 നമുക്ക് 2 0 വെട്ടി ഒഴിവാക്കാം. ഓക്കെ. അപ്പോൾ 0 രണ്ടിടത്തും വെട്ടിക്കഴിഞ്ഞാൽ 20:50 ആക്കാം. ചിലപ്പോൾ 20:15 ആക്കാം. 20:15 ഉണ്ടോ നോക്കുക. ഇല്ല. അപ്പോൾ ഇതിനെ നമുക്ക് വീണ്ടും എങ്ങനെ ചെറുതാക്കാം എന്ന് നോക്കുകയാണെങ്കിൽ, 2 വാല്യൂവിനെയും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഏതെങ്കിലും സംഖ്യ ഉണ്ടോ നോക്കുക. ഏത് സംഖ്യ കൊണ്ടാണ് 2 വാല്യൂവിനെയും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക? 15 അല്ല, എത്രയാണ് പറഞ്ഞത്? 5. 5. 5 20-ൽ എത്രയുണ്ട്? 20-ൽ 4 5 ഉണ്ട്. 15-ൽ 3 5 ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 4:3 ആണ്. അപ്പോൾ ഇതിലേക്ക് നോക്കുക, 4:3 ഉണ്ടോ നോക്കുക. അതാ ഇവിടെ ആൻസർ ഇവിടെ ഉണ്ട്, 4:3. അപ്പോൾ അതാണെന്ത് കൃത്യമായിട്ടുള്ള ആൻസർ. ഇങ്ങനെയാണ് റേഷ്യോ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ചെയ്യേണ്ടത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക്, 4ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഓക്കെ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, പേഴ്സൻറ്റേജ് ഇൻക്രീസ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ഓക്കെ. 2022 വരെയുള്ള ആൻസർ മാത്രമേ നമുക്കിതിൽ തന്നിട്ടുള്ളൂ അല്ലേ, വാല്യൂ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഇപ്പോൾ 2023 ഇവിടെ 2024 വരെയുള്ള കണക്ക് ഓൾറെഡി ഉണ്ട്. പക്ഷേ ക്വസ്റ്റ്യനിൽ നമുക്ക് 2022 തന്നിട്ടുള്ളൂ. അപ്പോൾ 2023 ഇവർ പറയുന്നത് 2022-നേക്കാളും 10% കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നമുക്ക് ഉത്തരം തന്നിട്ടില്ല. പക്ഷേ ഇഫ് ദ ടോട്ടൽ സ്റ്റുഡൻസ് ഇൻക്രീസ്ഡ് ബൈ 10% in 2023 and the art students remain 45%, how many art students are there? ഓക്കെ. ഇവിടെ ക്വസ്റ്റ്യൻ ഇത് ആണ്. ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 5000 ആണല്ലോ പറഞ്ഞത്. 5000-ൻ്റെ 10% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് 2023. ഓക്കെ. അതിലെന്ത് ചെയ്യുന്നത്, ആർട്സ് സ്റ്റുഡൻസിൻ്റെ പേഴ്സൻറ്റേജ് എത്രയാണ്? 45 തന്നെയാണ്. ആർട്സ് സ്റ്റുഡൻസിൻ്റെ 2022 പേഴ്സൻറ്റേജ് 45 നമ്മൾ പറഞ്ഞല്ലോ. അതായത് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇതാ ടോട്ടൽ സ്റ്റുഡൻറ്റ് 5000 ആണ് അല്ലേ. ഈ 5000-ൻ്റെ 10% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് എവിടെ? 2023. ഓക്കെ. അപ്പോൾ എത്രയാണ് ഈ 10% ഇൻക്രീസ് ഉള്ള വാല്യൂ എന്ന് നമ്മൾ കണ്ടെത്തണം. പിന്നെ ആർട്സ് സ്റ്റുഡൻറ്റിൽ 45% 2023 അഡ്മിഷൻ. ഇത് ഇതേപോലെ തന്നെ 45% നിലനിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ 45% എന്ന് പറഞ്ഞാൽ വാല്യൂ ഇതന്നെ ആവില്ല.
ഈ 10% ഇൻക്രീസ് ചെയ്ത വാല്യൂവിൻ്റെ 40% ആവും വരിക. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇൻക്രീസ് ചെയ്ത വാല്യൂ കണ്ടെത്തണം. ഓക്കെ, 5000 ടോട്ടൽ വാല്യൂ ഉണ്ടായിരുന്നത് അല്ലേ. ആദ്യം 5000 ഉണ്ടായിരുന്നത്. ഈ 5000ൻ്റെ പ്ലസ് 10% ഇൻക്രീസ് ഉണ്ട്. അപ്പോൾ ഈ 5000ൻ്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? യെസ്, 500 വളരെ എളുപ്പമാണ്. അപ്പോൾ 5000ൻ്റെ 100% എന്ന് പറഞ്ഞാൽ 5000 അപ്പോൾ ഇതിൽ നിന്നൊരു 0 വെട്ടിയാൽ എന്ത് ചെയ്യും? നമുക്ക് അതിൻ്റെ 10% കാണാൻ പറ്റും. ഇനി 1% ആണെങ്കിൽ എന്ത് ചെയ്യാം? 2 0 വെട്ടിയാൽ മതി. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് 1% കാണാൻ പറ്റും. ഇനി 2% ആണെങ്കിൽ ഇതുകൊണ്ട് വെട്ടിയിട്ട് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഇരട്ടിയാക്കാം. അപ്പോൾ 1% എളുപ്പത്തിന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതിൽ എന്ത് ചെയ്യാം? 1%ത്തിലേക്കോ 10%ത്തിലേക്കോ കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ ഏകദേശം കണക്കാക്കാനൊക്കെ നമുക്ക് പറ്റും. പ്രോബ്ലം കുറേ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ 10% എന്ന് പറഞ്ഞാൽ 500. അപ്പോൾ ടോട്ടൽ എത്ര ഇൻക്രീസ് ചെയ്തു? ടോട്ടൽ വാല്യൂ 5500 നമുക്ക് കിട്ടുക. ഓക്കെ, ഈ 5500ൻ്റെ 45% എന്ത്? ആർട്സ് സ്റ്റുഡൻറ്റ്. ഓക്കെ, 5500ൻ്റെ 45%. അപ്പോൾ 5500ൻ്റെ 45% നമ്മൾ കാണണം. 5500ൻ്റെ 45/100. അപ്പോൾ ഇതിൽ നമ്മൾ എളുപ്പത്തിന് എന്ത് ചെയ്യുക? ഈ 0 2 വെട്ടാം, ഇത് 2 വെട്ടാം, പിന്നെ ഇത് എന്ത് ചെയ്യാം? ഇൻറ്റു ചെയ്യാം. 55 × 45 ഒന്ന് ഗുണിച്ച് നോക്കൂ. 55 × 45 എത്രയാണ്? നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. സ്വന്തമായിട്ട് തന്നെ എന്ത് ചെയ്യണം? ഓക്കെ. എക്സാമിന് നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? നമ്മൾ നെറ്റ് PG ചെയ്ത പോലെയല്ല, നമുക്ക് കാൽക്കുലേറ്റർ അലൗഡ് അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് കാൽക്കുലേറ്റ് ഇത് ഈസിയുള്ള പ്രോബ്ലമാണ്. നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാം? ആൻസറിലേക്ക് എത്താൻ പറ്റും. ആൻസർ വരുന്നത് എത്രയാണ് പറഞ്ഞത്? 2475. ഓക്കെ, 2475 നമുക്ക് ആൻസർ കിട്ടിയത്. അപ്പോൾ 2475 എന്ത് ആൻസർ. അപ്പോൾ ഇത് ഈ ചോദ്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 2475 ഓപ്ഷൻ നോക്കുക. ഇതാ ഇവിടെ ഉണ്ട്, 2475 ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഇയർ ഹാഡ് ലോവസ്റ്റ് നമ്പർ ഓഫ് സയൻസ് സ്റ്റുഡൻസ്? ഏത് വർഷത്തിലാണ് ഏറ്റവും കുറവ് സയൻസ് സ്റ്റുഡൻസ് ഉണ്ടായിട്ടുള്ളത്? അപ്പോൾ നമ്മൾ ചോദ്യത്തിലേക്ക്, ഇത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. മുമ്പിലുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് പ്രോബ്ലം ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ഒരു ചിന്ത വരാം, ഇതിലെന്തോ പ്രോബ്ലം ചെയ്യാനുണ്ട്, സമയമെടുക്കും. അപ്പോൾ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിമ്പോൾ കുറേ ആവശ്യമില്ലാതെ പ്രോബ്ലംസൊക്കെ ചെയ്യും. അതിൻ്റെ ആവശ്യമില്ല. ഈ ടേബിൾ എടുക്കുക. ടേബിൾ എടുത്തിട്ട് ഓപ്ഷൻ വർഷം ഏതൊക്കെയാണെന്ന് നോക്കുക. ആദ്യം 2020, 2021, 2022, 2023. 2023ൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ഈ 3 അപ്പോൾ ഈ 2023 ഏതായാലും അല്ല, കാരണം വാല്യൂ നമുക്ക് തന്നിട്ടില്ലല്ലോ. പിന്നെ പെർസെൻറ്റേജ് ആണ്, അതും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 2020, 21, 22 നോക്കാം. സയൻസ് അല്ലേ. ടേബിളിലേക്ക് പോകുമ്പോൾ 2020 30%, 2021 40%, 2025 50%. ഇതിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാം? നമുക്ക് ആൻസറിൽ എത്താൻ പറ്റും. 30%, 40, 25 ഇതിൽ ഏതാണ് വലിയ പെർസെൻറ്റേജ്? 40 അല്ലേ. ചെറുത് ഏതാണ്? 25. അപ്പോൾ ആൻസർ എത്രയാണ് വരിക? ചോദ്യം ഒന്നുകൂടെ പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഏറ്റവും ലോവസ്റ്റ് നമ്പർ ഓഫ് സയൻസ് സ്റ്റുഡൻസ് ഏത് വർഷമാണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളത് എന്നാണ്. ഏറ്റവും ലോവസ്റ്റ് സ്റ്റുഡൻറ്റ് ഏത് വർഷമാണ്? ഓക്കെ, 2022 ഏറ്റവും ലോവസ്റ്റ് സ്റ്റുഡൻറ്റ് അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി നമുക്ക് നാളെ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ഈ മറ്റൊരു ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, ഇനി നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ ഒരു റിസർച്ചുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. റിസർച്ച് മെത്തഡോളജിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. താഴെ കൊടുത്തിരിക്കുന്ന സാമ്പിളിംഗ് മെത്തേഡിൽ
നോൺ പ്രോബിലിറ്റി സാമ്പിളിങ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ പ്രോബിലിറ്റി സാമ്പിളിങ് മെത്തേഡ്. ഇത് കഴിഞ്ഞ വർഷം ഏതോ വർഷം ചോദിച്ചതാണ്. ഇയർ കറക്റ്റ് ഇനി അടുത്ത വർഷം മുതൽ അടുത്ത ക്ലാസ് മുതൽ ഇയർ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇത് 2000 ഓക്കെ. നോൺ പ്രോബിലിറ്റി സാമ്പിളിങ് മെത്തേഡ് ഏതാണ് താഴെ പറയുന്നത്? സിമ്പിൾ റാൻഡം സാമ്പിളിങ്, സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിങ്, സ്നോബോൾ സാമ്പിളിങ്, ക്ലസ്റ്റർ സാമ്പിളിങ്. ഇതിലേതാണ് നോൺ പ്രോബിലിറ്റി സാമ്പിളിങ് മെത്തേഡ്? സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പോപ്പുലേഷൻ ഉള്ള സമയത്ത്, ഒരുപാട് ഡേറ്റ നമ്മുടെ കയ്യിലുള്ള സമയത്ത് എല്ലാവരിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്യാൻ സാധ്യമാവില്ലല്ലോ. ആ സമയത്ത് നമ്മൾ എടുക്കുന്ന ഒരു മെത്തേഡാണെന്ത്? സാമ്പിളിംഗ് മെത്തേഡ്. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ഡേറ്റ കളക്ഷൻ മെത്തേഡുകളുണ്ട്. ഒന്ന് സെൻസസ് മെത്തേഡ്, രണ്ടാമത്തെ സാമ്പിളിംഗ് മെത്തേഡ്. സെൻസസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ പോപ്പുലേഷനിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യും. ഉദാഹരണത്തിന് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു കോളേജിലെ കുട്ടികളുടെ പഠന നിലവാരത്തെക്കുറിച്ച് ഗവേഷണം ചെയ്യണം. അപ്പോൾ കോളേജിൽ ആകെ 50 കുട്ടികളുള്ളൂ എന്ന് കരുതാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എല്ലാ കുട്ടികളുടെ അടുത്തു നിന്നും ഡാറ്റ കളക്ട് ചെയ്യും. അതിനെ സെൻസസ് സാമ്പിളിംഗ് എന്നാണ് പറയാം. ഇനി കോളേജിൽ 1000 കുട്ടികളുണ്ടെന്ന് കരുതാം. ഈ 1000 കുട്ടികളുടെ അടുത്തും പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുക എന്നെക്കൊണ്ട് പോസിബിൾ അല്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ 1000 കുട്ടികളിൽ നിന്ന് കുറച്ച് ആളുകളെ നമ്മൾ എന്ത് ചെയ്യും, എടുക്കും. അതായത് ഇപ്പോൾ ഒരു 3% അല്ലെങ്കിൽ ഒരു 10% എടുക്കും. അല്ലെങ്കിൽ 10%, 100 അല്ലെങ്കിൽ 5% ഒക്കെ എന്ത് ചെയ്യും, എടുത്തിട്ട് പഠിക്കുന്നതിന് എന്ത് പറയും? സെൻസസ് സാമ്പിളിംഗ് എന്ന് പറയും. സെൻസസ് സാമ്പിളിംഗ് 2 തരത്തിലുണ്ട്. സാമ്പിളിംഗ് 2 തരത്തിലുണ്ട്. സെൻസസ് മെത്തേഡ് അല്ല, സാമ്പിളിംഗ് മെത്തേഡ് 2 തരത്തിലുണ്ട്. ഒന്നാണെന്ത് സാമ്പിളിംഗ് മെത്തേഡ്, ഒന്നാണെന്ത് പ്രോബബിലിറ്റി സാമ്പിളിംഗ്. രണ്ടാമതാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി നമ്മളെടുത്ത് കൃത്യമായിട്ടുള്ള ആളുകളുടെ എണ്ണം കൃത്യമായിട്ട് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോബബിലിറ്റി സാമ്പിളിംഗ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് പോപ്പുലേഷൻ എത്ര ഉണ്ട്, ഇപ്പോൾ ഇവിടെ 50 കുട്ടികളുണ്ട് എന്ന് പറയാം. അല്ലെങ്കിൽ സ്പെസിഫൈഡ് നമ്പർ ഓഫ് സാമ്പിൾസ് എത്രയുണ്ട് എന്ന് ഓൾറെഡി നമ്മളുടെ ചോദ്യത്തിലുണ്ട് എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോബബിലിറ്റി സാമ്പിളിങ് പറ്റുള്ളൂ. പക്ഷേ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ് നമ്മളെ മുമ്പിൽ നമ്മുടെ പോപ്പുലേഷൻ അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ എത്രയുണ്ട് എന്ന് വ്യക്തമായിട്ട് അറിയാത്ത സാഹചര്യങ്ങളിലാണ് എന്ത് ചെയ്യുക, നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ് യൂസ് ചെയ്യുക. അതിൽ സാധാരണ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണത്. ഈ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ സാധാരണ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണെന്ത്, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്. ഇതിന് ലോട്ടറി സാമ്പിളിംഗ് എന്നും പറയാറുണ്ട്. സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിനെ അതൊന്നുമില്ല, ഒരുപാട് ആളുകൾ ഇപ്പോൾ ലോട്ടറി, നമ്മളിങ്ങനെ ലോട്ടറി എടുക്കുക, ലോട്ട് എടുക്കുക, ഓരോരുത്തരുടെയും പേര് ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഒരു ബോക്സിലിട്ടിട്ട് നമ്മൾ അതിൽ നിന്ന് നറുക്കെടുക്കും അല്ലേ. അതുപോലെയാണ് എന്ത് ചെയ്യുക, ഈ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയാം. പിന്നെ ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്. സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, മൊത്തം പോപ്പുലേഷനെ എന്ത് ചെയ്യുക, വ്യത്യസ്ത സ്ട്രാറ്റകളാക്കിയിട്ട് മാറ്റുക. ഇപ്പോൾ മെയില്, ഫീമെയിൽ അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, വ്യത്യസ്ത സ്ട്രാറ്റകളാക്കി മാറ്റിയിട്ട് ഓരോന്നിനും എന്ത് ചെയ്യുക, പ്രത്യേകം പെർസെൻറ്റേജ് ആൾക്കാരെ എടുക്കുക. അതിന് ഒരുപാട് മെത്തേഡുകളുണ്ട്. ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പാക്കിയിട്ട് വേർതിരിച്ചിട്ട് എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ നിന്ന് എന്ത് ചെയ്യുക, നമ്മൾ സാമ്പിൾ എടുക്കുക. അങ്ങനെ കുറേ മെത്തേഡുകളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ സാമ്പിളിംഗ് പഠിക്കുന്ന സമയത്ത് വിശദമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ആൻസർ വരുന്നത് സ്നോബോൾ സാമ്പിളിംഗ് ആണ്. സ്നോബോൾ സാമ്പിളിംഗ് ഒരു നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എത്ര ആളുകൾ ഓൾറെഡി നമ്മളെ കയ്യിലില്ല, എത്ര ആളുകൾ നമ്മൾ പഠിക്കാൻ പോകുന്ന പോപ്പുലേഷൻ എത്ര ഉണ്ട് നമുക്ക് വ്യക്തമായിട്ട് അറിയാത്ത സാഹചര്യങ്ങളിലാണല്ലോ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് യൂസ് ചെയ്യുക. ഈ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ പ്രധാനപ്പെട്ട ഒരു സാമ്പിളിംഗ് ആണെന്ത്, സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇത് ആദ്യം നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് കിട്ടിയ റെഫറൻസിൻ്റെ ബേസിൽ ഒരു വ്യക്തിയെ നമ്മൾ സെലക്ട് ചെയ്യും, പേഴ്സൺ 1. ഓക്കെ, ഈ പേഴ്സൺ 1ൻ്റെ ഉദാഹരണത്തിന് നമ്മൾ പഠിക്കുകയാണ്, ഐഫോൺ ഉപയോഗിക്കുന്ന കേരളത്തിലെ ഉപഭോക്താക്കളെ കുറിച്ചുള്ള ഒരു പഠനമാണ്. അപ്പോൾ കേരളത്തിൽ എത്ര ആൾക്കാർ ഐഫോൺ ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, റാൻഡമായിട്ട് ഒരാളെ പിക്ക് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻ്റെ ബേസിൽ ഒരാളെ പിക്ക് ചെയ്തു. അങ്ങനെയാണ് പേഴ്സൺ 1 വന്നത്. എന്നിട്ട് അയാളെ പഠിക്കും. എന്നിട്ട് ഇയാളെ പരിചയമുള്ള ഒരു 2 ആൾക്കാരെടുക്കും.
ഇയാൾക്ക് പരിചയം ഉണ്ടാവില്ല, ഐഫോൺ ഉപയോഗിക്കുന്ന വേറെ 2 ആൾക്കാരെ പരിചയം ഉണ്ടാവും. അപ്പോൾ അയാളെ നമ്മൾ എടുക്കും, ഈ 2 പേരെ നമ്മൾ എടുക്കും. ഓക്കെ, എന്നിട്ട് അവർക്ക് പരിചയമുള്ള കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, അവരെ നമ്മൾ എന്ത് ചെയ്യും, പിക്ക് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, ഇതിങ്ങനെ ഒരു സ്നോ ബോളായിട്ട് എന്ത് ചെയ്യും, വലുതായി വരും. സ്നോ ബോൾ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു പന്ത് വലിയ മഞ്ഞ് മലയുടെ മുകളിൽ നിന്ന് ഉരുട്ടി വിട്ട് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, വലിയൊരു ഉരുളയായി മാറുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്ലസ് ടുവിലും 10ലൊക്കെ പഠിച്ചല്ലേ. അതേപോലെയാണെന്ത്, സ്നോ ബോൾ സാമ്പിളിംഗ് എന്ന് പറയുക. ആദ്യം നമ്മൾ ഒരാളെടുക്കുന്ന അതിൻ്റെ ബേസിൽ, റെഫറൻസിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ബാക്കിയുള്ള ഡേറ്റാസൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഇത് വളരെ ഹാർഡായിട്ട്, നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് പഠിക്കാൻ സാമ്പിളിങ് കിട്ടാത്ത സാഹചര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുക, ഇത് നമ്മൾ യൂസ് ചെയ്യുക. ഇത് ഇവിടെ എന്താണ് ഇതിൻ്റെ ഇതൊരു ക്വാളിറ്റേറ്റീവ് ഡാറ്റ കളക്ഷൻ മെത്തേഡാണ് കേട്ടോ. നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അല്ല, ഇവിടെ ക്വാളിറ്റേറ്റീവ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റ കളക്ഷൻ മെത്തേഡ് ക്വാളിറ്റേറ്റീവാണ്. അതുപോലെ ഇത് കോസ്റ്റ് എഫക്റ്റീവാണ്. ചിലവ് ചുരുക്കമാണ്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എല്ലാവരെയും എന്താണ് കേരളത്തിലുള്ള എല്ലാവരുടെയും ഡാറ്റ എടുത്തിട്ട് അവരുടെ അടുത്തൊക്കെ പോയിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണല്ലോ. പക്ഷേ നമ്മൾ അതിന് ഡാറ്റ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ അതിൻ്റെ ഓഫീസിൽ പോകണം, ആപ്പിളിൻ്റെ ഓഫീസിൽ പോയിട്ട് അവിടെ നിന്നൊക്കെ ഡാറ്റ കളക്ട് ചെയ്ത് പൈസയൊക്കെ കൊടുത്ത് ഒരുപാട് എക്സ്പെൻസാണ്. അത് നമുക്ക് അറിയുന്ന ആൾക്കാരാണെങ്കിൽ സുഖമാണല്ലോ, ആദ്യം ഒരാളെടുത്തു, അവരെ പരിചയത്തിലുള്ള വേറെ ആളെടുത്തു, പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇത് എക്സ്പ്ലോറേറ്ററി റിസർച്ചിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് സ്നോബോൾ സാമ്പിളിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് അതിൻ്റെ ബാക്കിയായിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ എത്രയാണ്, ആൻസർ ഏതാണ്, 4 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ആൻസർ വരുന്നത് സ്നോബോൾ സാമ്പിളിംഗ് ആണ്. ഈ സാമ്പിളിംഗ് മെത്തേഡും പ്രോബിലിറ്റി, നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് ഒക്കെ നമ്മൾ പല പ്രാവശ്യം ഡിഗ്രിക്കും പി ജിക്കൊക്കെ പഠിച്ചതാണ്, അത് അറിയുന്നുണ്ടാവും. ഇനി നമുക്ക് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ കമ്മ്യൂണിക്കേഷൻ, എൻട്രോപ്പി റെഫേഴ്സ് ടു ക്ലിയർ മെസ്സേജ്, പ്രെഡിക്റ്റബിൾ മെസ്സേജ്, നോയ്സ് ഓർ ഡിസോർഡർ, ഫീഡ്ബാക്ക്. ഇതാണ് ഈ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ മെസ്സേജിനെയാണ് എന്ത് പറയാം, എന്താണ് എൻട്രോപ്പി എന്ന് പറയാം. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് അൺസർട്ടേണിറ്റി, ഒരു ഇൻഫോർമേഷനിൽ ഉണ്ടാവുന്ന, കമ്മ്യൂണിക്കേഷൻ്റെ സമയത്ത് ഉണ്ടാവുന്ന അൺസർട്ടേണിറ്റിക്കാണെന്ന് പറയാം. ഒരു അൺസർട്ടേണിറ്റി, വ്യക്തതയില്ലാത്ത അവസ്ഥയ്ക്കാണെന്ന് പറയാം എൻട്രോപ്പി എന്ന് പറയാം. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള മെസ്സേജുകൾക്കാണെന്ന് പറയാം. ഇത് എന്ത് ചെയ്യും, സാധാരണഗതിയിൽ നോയ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുക, ഇത് കണക്കാക്കുക. കാരണം നമുക്ക് ഒരു മെസ്സേജ് വരുന്ന സമയത്ത് അത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതിരുന്നു കഴിഞ്ഞാൽ അതിനെ നോയ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേഷനിൽ മനസ്സിലാക്കാതെ എന്തല്ല നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന മെസ്സേജ് അല്ല. ഇത് എന്ത് ചെയ്യും, ഇത് കമ്മ്യൂണിക്കേഷൻ്റെ സമയത്ത് എന്ത് ചെയ്യും, ഇൻഫോർമേഷൻസ് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാക്കും. അപ്പം ഇതെന്ത് ചെയ്യും, ഇൻഫോർമേഷൻ്റെ സ്മൂത്ത് ഫ്ലോയെ എന്ത് ചെയ്യും, തടസ്സപ്പെടും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന 2 വ്യക്തികൾ, 2 ഗ്രൂപ്പോ എന്തെങ്കിലും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരാളുടെ സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് ഇൻഫോർമേഷൻ പോകുന്ന സമയത്ത് ഈ സെൻറ്ററിൽ നിന്ന് വരുന്ന റിസീവറിലേക്ക് വരുന്ന ഇൻഫോർമേഷൻ പ്രെഡിക്റ്റബിൾ അല്ല, അൺപ്രഡിക്റ്റബിൾ ആണ്. അത് വ്യക്തമായി മനസ്സിലാകണില്ല എങ്കിൽ അത്തരം ഇൻഫോർമേഷനെ കമ്മ്യൂണിക്കേഷനിൽ എന്ത് പറയും, എൻട്രോപ്പി എന്ന് പറയും. അപ്പോൾ അതിന് നോയ്സ് അല്ലെങ്കിൽ ഡിസോർഡർ എന്നാണ് എന്ത് ചെയ്യുക, അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, പിന്നെ ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലെറ്റർ സീരീസാണ്. ലെറ്റർ സീരീസ് വളരെ എളുപ്പമുള്ളതാണ്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ, ഞാനും ചെയ്യാം, പറഞ്ഞുതരാം. ആദ്യം നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ, ആൻസർ പറയരുത്. ഇത് വളരെ എളുപ്പമുള്ള ലെറ്റർ സീരീസാണ്.
കുറച്ച് ടഫുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ലാസ്റ്റ് സമയത്ത് ഡിസ്കസ് ചെയ്യാം. കുറച്ച് എളുപ്പം എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള എളുപ്പമുള്ള ചോദ്യങ്ങളാണ് തുടക്കത്തിൽ നമ്മൾ പ്രോബ്ലം ആണെങ്കിലും എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഗ്രാജ്വലി എന്ത് ചെയ്യാം, ഇമ്പ്രൂവ് ചെയ്ത് വരാം. എക്സാമിന് 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഒരു ഏകദേശം ഒരു 50% ടു ഒരു 30 അല്ലെങ്കിൽ 50% ക്വസ്റ്റ്യൻസും ഒരു ഈസി ലെവൽ ക്വസ്റ്റ്യൻ ആയിരിക്കും. 30 അല്ലെങ്കിൽ 50 കേട്ടോ, 50 ചിലപ്പോൾ ഉണ്ടാവില്ല. ഒരു 30% ക്വസ്റ്റ്യനൊക്കെ അത് ഈസി ലെവലായിരിക്കും. ഒരു ബാക്കി ഒരു 40% ഒരു മീഡിയം ലെവലായിരിക്കും ഉണ്ടാവുക. എങ്ങനെയായാലും ഒരു 20% ചോദ്യങ്ങൾ നമുക്ക് ഒരു അന്തവും കിട്ടാത്ത കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. ഈ എളുപ്പമുള്ള ചോദ്യങ്ങൾക്ക് തൊട്ട് മുമ്പോ ശേഷമൊക്കെ ആയിരിക്കും ഈ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അറിയുന്നത് ആദ്യം എഴുതി വെച്ചാൽ മതി. ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ബി ഡി എഫ് എച്ച് ജെ എൽ എൻ പി ആർ. അടുത്തത് എങ്ങനെയാണ് വരിക നമുക്ക് നോക്കാം. ബി കഴിഞ്ഞിട്ട് ബി സി ഡി, ബി സി ഡി, ബി എങ്ങനെ വരിക? അതെങ്ങനെയാണ് വന്നത്? എച്ച് എങ്ങനെയാ? ആ, എവിടെ എങ്ങനെയാണ് വന്നത് പറയൂ, വിശദീകരിച്ചു. ആ, ഈ ബി കഴിഞ്ഞിട്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? ബി ഡി, ഓക്കെ. ഡി കഴിഞ്ഞിട്ട് ഇ കഴിഞ്ഞിട്ട് ഒഴിവാക്കി എഫ്, ഓക്കെ. എഫ് കഴിഞ്ഞിട്ട് ജി ഒഴിവാക്കി എച്ച്, ഐ ഒഴിവാക്കി ജെ, ജെ ഒഴിവാക്കി കെ ഒഴിവാക്കി എൽ, എം ഒഴിവാക്കിയിട്ട് എൻ, ഒ ഒഴിവാക്കിയിട്ട് പി, പി ഒഴിവാക്കിയിട്ട് ക്യൂ ഒഴിവാക്കിയിട്ട് ആർ, ആർ എസ് ഒഴിവാക്കിയിട്ട് ടി അല്ലേ? യെസ്, ടി. ടി കഴിഞ്ഞിട്ട് യു ഒഴിവാക്കിയിട്ട് വി, വി കഴിഞ്ഞാൽ ഡബ്ല്യു ഒഴിവാക്കിയിട്ട് എക്സ്. യെസ്, അപ്പോൾ അങ്ങനെയാണ് ആൻസർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടി വി എക്സ് എന്ന ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ്, ഒരു റിസർച്ചുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. റിസർച്ച് ഡിസൈൻ ദാറ്റ് എക്സ്പ്ലോർ ലൈവ്ഡ് എക്സ്പീരിയൻസ് ഓഫ് ഇൻഡിവിജ്വൽ. ഇവിടെ ഒരാളുടെ ലൈഫ് എക്സ്പീരിയൻസിൻ്റെ ബേസിൽ നടത്തുന്ന റിസർച്ച് ഡിസൈൻ ഏതാണ്? ഗ്രൗണ്ടഡ് തിയറി ആണോ, ഫിനോമിനോളജി ആണോ, കേസ് സ്റ്റഡി ആണോ, എത്തനോ മെത്തഡോളജി ആണോ? ഇവിടെ ആൻസർ വരുന്നത് ഫിനോമിനോളജിയാണ്. ഫിനോമിനോളജി എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യാം, എങ്ങനെയാണ് ഒരു വ്യക്തി ഒരു ഫിനോമിനയെ നോക്കിക്കാണുന്നത് എന്ന്. ഉദാഹരണമായിട്ട് ഒരു കോവിഡ് പ്രതിഭാസം ഒരു ഫിനോമിനയാണല്ലോ. അതിനെ നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്നുമായി ബന്ധപ്പെട്ട ഒരു പാഠമാണ്. അതൊരു ഫിനോമിനോളജിക്കൽ മെത്തേഡാണ്. റിസർച്ചിന് വ്യത്യസ്ത തരത്തിലുള്ള മെത്തേഡുകളുണ്ട്. നമ്മൾ റിസർച്ച് ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് ഫിനോമിനോളജി. ഇതിൽ സാധാരണ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനോമിനോളജിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ പഠനം നടത്തുന്നത് സാധാരണ ഇൻഡെപ്ത് ഇൻ്റർവ്യൂ യൂസ് ചെയ്തിട്ടാണ്. ഇൻഡെപ്ത് ഇൻ്റർവ്യൂ ആണ് സാധാരണഗതിയിൽ യൂസ് ചെയ്യുക. ഇവിടെ റിസർച്ചർ എന്ത് ചെയ്യും, ഇവിടെ റിസർച്ചർക്ക് അവരുടെ സ്വന്തം റിസർച്ചർ അവരുടെ സ്വന്തം കാഴ്ചപ്പാടനുസരിച്ച് വ്യാഖ്യാനിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ആൻസറിലേക്ക് എത്തുക. അപ്പോൾ ഇവിടെ ബയാസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ക്വാളിറ്റേറ്റീവ് ഡേറ്റ കളക്ഷൻ മെത്തേഡാണ്. 3 തരത്തിലുള്ള ഡേറ്റ കളക്ഷൻ മെത്തഡോളജീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഡിഗ്രിക്കും ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ കളക്ഷൻ മെത്തേഡ്, ക്വാളിറ്റേറ്റീവ് മിക്സ്ഡ് മെത്തേഡ്. അതിലേത് ക്വാളിറ്റേറ്റീവ് ഡേറ്റ കളക്ഷൻ മെത്തഡോളജിയാണ് ഇതുള്ളത്. നമ്മൾ സാധാരണഗതിയിൽ ഇത് സാമ്പിൾ യൂസ് ചെയ്യുന്ന സമയത്ത് സാമ്പിൾസ് 5 മുതൽ 10 വരെ സാമ്പിൾസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഇത് പഠിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഇതിന് ഒരുപാടുണ്ട് തിങ്കേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള 2-3 ആൾക്കാരുണ്ട്. അതിലൊന്നാണിത് ഹസ്രയേൽ, മറ്റൊരാളാണത് ഹെഡ്ഗർ. പേര് നോക്കി വെക്കുക, ചിലപ്പോൾ ആവശ്യം വരും. ഇതാണ് ഇതിൽ വരുന്നത്, ഈ ക്വസ്റ്റ്യനിൽ വരുന്നത്. ഓക്കെ,
ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെമാൻറ്റിക് ബാരിയേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ ഒക്കർ ഡ്യൂ ടു. സെമാൻറ്റിക് ബാരിയർ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നാണ്. കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഒരു ബാരിയറാണെന്ത് സെമാൻറ്റിക് ബാരിയർ. അത് ഫിസിക്കൽ ഡിസ്റ്റൻസ് കാരണമാണോ ഉണ്ടാവുന്നത്, ഫാൾട്ട്ലി ട്രാൻസ്ലേഷൻ കാരണമാണോ ഉണ്ടാവുന്നത്, പുവർ ഹിയറിങ് കാരണമാണോ ഉണ്ടാവുന്നത്, ഇമോഷണൽ സ്റ്റേറ്റ് കാരണമാണോ ഉണ്ടാവുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇതിൽ എന്താണ് സെമാൻറ്റിക് ബാരിയർ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഇത് ഏതാണ്? ഡി. ഓക്കെ, ഞാൻ പറയാം. സെമാൻറ്റിക് ബാരിയർ എന്താണെന്ന് ആദ്യം പറയാം. ഓക്കെ, സെമാൻറ്റിക് ബാരിയർ മീനിങ്സ്, വേർഡിൻ്റെ മീനിങ്സ്, സിമ്പിൾസിൻ്റെയോ വേർഡ്സിൻ്റെയോ മീനിങ്സുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ടേമാണെന്ത് സെമാൻറ്റിക് എന്ന് പറയുന്നത്. ഈ സെൻറ്റർ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ഉണ്ടാവുക? രണ്ടാൾക്കാർ തമ്മിലല്ലേ ഉണ്ടാവുക. ഒരു സെൻറ്റർ ഉണ്ടാവും, സെൻറ്റർ നടുവല്ല, സെൻഡ് ചെയ്യുന്ന ആൾക്കാരെ സെൻറ്റർ എന്ന് പറയും. റിസീവർ ഉണ്ടാവും അല്ലേ. ഇത് കേൾക്കുന്ന, ഞാനിപ്പോൾ ക്ലാസ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ സെൻറ്ററായി, നിങ്ങൾ കേൾക്കുന്നുണ്ട്, നിങ്ങൾ റിസീവറാണ്. അപ്പോൾ അത് ഒരു ഉദാഹരണം പറയാൻ വേണ്ടിയിട്ട് പറയണം, റിസീവർ. അപ്പോൾ സെൻറ്ററും റിസീവറും ഉണ്ടാവും അല്ലേ. ഈ നമ്മൾ എന്ത് ചെയ്യാം, സെൻറ്റർ നൽകുന്ന ഇൻഫോർമേഷൻസ് റിസീവർ തെറ്റായിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണോ സെൻഡ് ചെയ്തത് അതനുസരിച്ചല്ല റിസീവ് ചെയ്യുന്നതെങ്കിൽ അതിന് സെമാൻറ്റിക് ബാരിയർ എന്ന് പറയും. ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നത് വേറൊരു കാര്യമാണ്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ മൾട്ടിപ്പിൾ മീനിങ്സ് ഒക്കെ ഉള്ള വാക്കുകൾ ഉണ്ടായിരിക്കും. അത്തരം വാക്കുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്തും ഈ സെമാൻറ്റിക് ബാരിയർ ഉണ്ടാവാറുണ്ട്. ഇതിന് ലിംഗ്വിസ്റ്റിക് ബാരിയർ എന്നും പറയാറുണ്ട്. ഓക്കെ, ഇത് സാധാരണ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഫാൾട്ട്ലി ട്രാൻസ്ലേഷൻ കാരണമാണ്. ഓക്കെ, നമ്മൾ പറയുന്ന ഒരാൾ ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതെങ്ങനെ വ്യാഖ്യാനിച്ചെടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന മിസ്റ്റേക്കാണ് എന്തിന് കാരണമാവുന്നത്? സെമാറ്റിക് ബാരിയറിന് ഉണ്ടാവാൻ കാരണമാവുന്നത്. അപ്പോൾ നമ്മൾ ഇൻഫോർമേഷൻ, സിമ്പിൾസ്, ഭാഷ അതെങ്ങനെയാണോ നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കുന്നത് അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഫാൾട്ടി ട്രാൻസ്ലേഷൻ ആണ് എന്തിന് ആൻസർ സെമാൻറ്റിക് ബാരിയറിൻ്റെ കാരണമായിട്ട് പറയുന്നത്. ഓക്കെ, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഇതിന് ഉത്തരം നിങ്ങൾ പറയണം. ഓക്കെ, ഇത് പല പ്രാവശ്യം നിങ്ങൾ പഠിച്ചതായിരിക്കും, എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ദ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റ് ഹാസ് ആൻ ആബ്സല്യൂട്ട് സീറോ. നമ്മൾ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റിൽ ആബ്സല്യൂട്ട് സീറോ ഉള്ള മെഷർമെൻറ്റ് താഴെ പറയുന്നതിൽ ഏതാണ്? നോമിനൽ സ്കെയില്, ഓർഡിനൽ സ്കെയില്, ഇൻ്റർവ്യൂ സ്കെയില്, റേഷ്യോ സ്കെയില്. സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണഗതിയിൽ നമ്മൾ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റാസിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എന്ത്? സ്കെയിലിംഗ് മെത്തേഡ് എന്ന് പറയാം. എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയില്ലല്ലോ. അഭിപ്രായങ്ങൾ, കാഴ്ചപ്പാടുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്ക് അളന്ന് നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ അതിന് നമ്മൾ സാധാരണഗതിയിൽ സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണിത് സ്കെയിലിംഗ് മെത്തേഡ്. സ്കെയിലിംഗ് മെത്തേഡിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്തിനേയും എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും? ന്യൂമറിക്കൽ വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ താഴെ പറയുന്ന ആബ്സല്യൂട്ട് സീറോ ഉള്ള മെഷർമെൻറ്റ് ഏതാണെന്ന് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈ 4 എണ്ണം എന്താണെന്ന് നോക്കാം. എന്നാൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. പ്രധാനമായിട്ടും 4 തരത്തിലുള്ള സ്കെയിൽ ഓഫ് മെഷർമെൻ്റ് ഉണ്ട്. ഒന്നാണെന്ത്? നോമിനൽ സ്കെയില്, ഓർഡിനൽ സ്കെയില്, ഇൻ്റർവൽ സ്കെയില്, റേഷ്യോ സ്കെയിൽ. ഓരോന്ന് നോക്കാം. ഈ ലെവൽ ഓഫ് മെഷർമെൻറ്റ് ഡെവലപ്പ് ചെയ്ത് വന്നത് സ്റ്റാൻലി, സ്മിത്ത്, സ്റ്റീവൻ. ഇവരാണ് എന്ത് ചെയ്തത്? ഈ ലെവൽ ഓഫ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് വന്നത്. ആദ്യം നമുക്ക് നോമിനൽ സ്കെയിൽ നോക്കാം. ഇവിടെ നമുക്ക് വാല്യൂസിനെ എന്ത് ചെയ്യാം, വേരിയബിളിനെ കാറ്റഗറികളാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സ്കെയിലിനാണെന്ന് പറയാം നോമിനൽ സ്കെയിൽ എന്ന് പറയാം. ഉദാഹരണമായിട്ട് നമുക്ക് ജെൻഡർ എടുക്കാം. ജെൻഡറിനെ നമുക്ക് 3 കാറ്റഗറി ആക്കാം അല്ലേ? മെയില്, ഫീമെയില്, ട്രാൻസ്ജെൻഡർ.
ഓക്കെ. ഇങ്ങനെ കാറ്റഗോറി ആയിട്ട് അല്ലെങ്കിൽ നെയിമുകളാക്കിയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്ന സ്കെയിലിനെ എന്ത് പറയും? നോമിനൽ സ്കെയിൽ എന്ന് പറയും. അപ്പോൾ ഇത് വാല്യൂ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ മെയില് ഫീമെയിൽ എന്ന് പറയുകയാണെങ്കിൽ ഈ മെയിലും ഫീമെയിലും ഏതാണ് വലുത്, ഏതാണ് ചെറുത്, ഏതാണ് ഹയർ, ഏതാണ് ലോവർ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊരു കാറ്റഗറി മാത്രമാണ്. അപ്പോൾ അതുപോലെ എന്താണ്, ഇപ്പോൾ മറ്റൊന്ന്, ഇപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് എ പോസിറ്റീവ്, ബി പോസിറ്റീവ്, സി പോസിറ്റീവ്, അതൊക്കെ ഓരോ ഗ്രൂപ്പുകളാണ്. എല്ലാം ഈക്വലാണ്. ഒന്നിനെ മുകളിലായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ മാരിറ്റൽ സ്റ്റാറ്റസ് മാരീഡ്, അൺമാരീഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വിഡോഡ്, എന്തും പറയാം. അല്ലെങ്കിൽ നെയിം ഓഫ് സിറ്റീസ്, ഇപ്പോൾ നമുക്ക് പറയാം കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഒക്കെ പറയാം. ഇതൊക്കെ എന്താണ്? കാറ്റഗോറിക്കൽ സ്കെയിലാണ്, അല്ലെങ്കിൽ നോമിനൽ സ്കെയിലാണ്. നോമിനൽ സ്കെയിലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയില്ല. കാറ്റഗറികളാക്കിയിട്ട് കൺവേർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ അതിനെന്തുണ്ട്, അതങ്ങനെ മനസ്സിലാക്കി വെക്കുക. നമുക്ക് എണ്ണാൻ മാത്രമേ പറ്റുള്ളൂ. പേഴ്സൻറ്റേജ് കാണാനും പറ്റും, എണ്ണാനും പറ്റും. ഇനി ഓർഡിനൽ സ്കെയിൽ, രണ്ടാമത് ഓർഡിനൽ സ്കെയിൽ. ഓർഡിനൽ സ്കെയിലിനെ നമുക്ക് റാങ്ക് ബേസ്ഡ് എന്ത് ചെയ്യാൻ പറ്റും, സീക്വൻസിൽ റാങ്ക് ബേസിൽ എന്ത് ചെയ്യാൻ പറ്റും, അറേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ സാറ്റിസ്ഫൈഡ്, ന്യൂട്രൽ, അൺസാറ്റിസ്ഫൈഡ്. ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറയും, എഗ്രി, ഡിസഗ്രി, ഹൈലി എഗ്രി, ന്യൂട്രൽ, ഡിസഗ്രി, ഹൈലി ഡിസഗ്രി. ഇപ്പോൾ നമുക്ക് എന്താ പറ്റും, ഹൈലി എഗ്രി, ന്യൂട്രൽ, പിന്നെ എന്താണ് ഡിസഗ്രി, പിന്നെ ഹൈലി ഡിസഗ്രി. ഇതൊക്കെ എന്താണ്, ഒരു സീക്വൻസ് ആയിട്ടുള്ള വരാം. ന്യൂട്രൽ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ എഗ്രി, കുറച്ചും കൂടി ആണെങ്കിൽ ഹൈലി എഗ്രി ആയി. ന്യൂട്രലിൻ്റെ നെഗറ്റീവ് ആണെങ്കിൽ ഡിസഗ്രി, അതിനേക്കാൾ നെഗറ്റീവ് ആണെങ്കിൽ ഹൈലി ഡിസഗ്രി. അപ്പോൾ ഇതിനെന്തുണ്ട്, ഒരു ഓർഡർ ഉണ്ട് അല്ലേ. ഇതിനെ ഓർഡിനൽ സ്കെയിൽ എന്ന് പറയും. ഒന്നിന് ശേഷം ഒന്ന്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പൊസിഷനൊക്കെ ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് നമുക്കൊരു കാര്യം റാങ്കിങ് ചെയ്യാനോ ഒരു ഓർഡറിൽ എഴുതാനോ കഴിയുന്ന സ്കെയിലിംഗ് മെത്തേഡാണെന്ത്, ഓർഡിനൽ സ്കെയിൽ എന്ന് പറയാം. പക്ഷെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ റാങ്കുകൾ തമ്മിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കണം എന്നില്ല. ഇപ്പോൾ എഗ്രിയും ഡിസഗ്രിയും തമ്മിലുള്ള അകൽച്ചയും, ഹൈലി എഗ്രിയും തമ്മിലുള്ള ഡിസ്റ്റൻസും എഗ്രിയും ന്യൂട്രലും തമ്മിലുള്ള ഡിസ്റ്റൻസും ഒന്നായിരിക്കണമെന്നില്ല. ഇപ്പോൾ ഞാൻ പറയണം, ഒരു ഉദാഹരണം പറയാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു പ്രൊഡക്റ്റ് വാങ്ങി, ഒരു മൊബൈൽ ഫോൺ വാങ്ങിയതിന് ശേഷം എന്ത് ചെയ്തു, അവരെന്നോട് ഒരു റേറ്റിംഗ് ചോദിച്ചു. 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. അതിൽ എനിക്ക് എന്ത് ചെയ്യാം, എത്ര സ്റ്റാർ വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, അതിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു 4 സ്റ്റാർ കൊടുത്തു. മറ്റൊരാൾ എന്ത് ചെയ്തു, 5 സ്റ്റാർ കൊടുത്തു. വേറൊരാൾ 1 സ്റ്റാർ കൊടുത്തു. ഇപ്പോൾ ഞാൻ 4 സ്റ്റാർ കൊടുത്തതും പിന്നെ 5 സ്റ്റാർ കിട്ടിയതും 1 സ്റ്റാർ കിട്ടിയതും തമ്മിലുള്ള ഡിഫറൻസ് വ്യത്യാസം ഉണ്ടായിരിക്കും. 1 സ്റ്റാറും 2 സ്റ്റാറും തമ്മിലുള്ള ഡിഫറൻസും, 2 സ്റ്റാറും 3 സ്റ്റാറും തമ്മിലുള്ള ഡിഫറൻസും, 3ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസും ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അതാണ് ഈ ഓർഡിനൽ സ്കെയിലിൻ്റെ ഒരു പ്രത്യേകത. ഇനി റേഷ്യോ സ്കെയിൽ നോക്കുകയാണെങ്കിൽ, റേഷ്യോ സ്കെയിൽ പറയുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള അളവിലുള്ള സീക്വൻസ് ആയിട്ടുള്ള വാല്യൂവിനെയാണെന്ന് പറയാം ഇൻ്റർവൽ സ്കെയിൽ എന്ന് പറയുന്നത്. ഇൻ്റർവൽ സ്കെയിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളൊരു സ്കെയിൽ എടുക്കുകയാണ്, ഹൈറ്റ് അളക്കുകയാണ്. ഹൈറ്റ് 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 4, 5 ഇങ്ങനെ പറയുകയാണെങ്കിൽ ഓരോ വാല്യൂ തമ്മിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണല്ലോ. 1 മുതൽ 2 വരെ, 2 മുതൽ 3, 3, 4 ഇതൊക്കെ ഈക്വൽ ആണല്ലോ വരുന്നത്. ഇങ്ങനെ ഈക്വൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഓരോ വേരിയബിളും തമ്മിലുണ്ടെങ്കിൽ അതെന്താണ്, ഇൻ്റർവെൽ സ്കെയിലിംഗ് ആണ്. ഓർഡിനൽ സ്കെയിൽ തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. 1 മുതൽ 2, 2 മുതൽ 3, 3 മുതൽ 4 അങ്ങനെ.
അപ്പോൾ നമുക്ക് ഹൈറ്റ് കണക്കാക്കാൻ, അതുപോലെ വെയിറ്റ്, ഏജ് നോക്കുകയാണെങ്കിൽ 1 വയസ്സായ കുട്ടി, 2 വയസ്സ്, 3 വയസ്സ്, 4 വയസ്സ്, 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള ദൈർഘ്യവും 2 മുതൽ 3 വയസ്സ് വരെയുള്ള ദൈർഘ്യവും 1 വർഷമാണല്ലോ. 3, 4 ഒക്കെ ഒരേ വർഷമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്താണ്? ഈക്വലാണ്. ഡിസ്റ്റൻസ് ഈക്വൽ ആയിട്ടുള്ള സ്കെയിലിങ്ങിന് എന്ത് പറയും? ഇൻ്റർവെൽ സ്കെയിലിംഗ് എന്ന് പറയും. അവിടെ എന്ത് ചെയ്യും? ഒരു ആബ്സല്യൂട്ട് 0 ഉണ്ടായിരിക്കില്ല എന്നാണ് അർത്ഥം പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ പറയാം. ടെമ്പറേച്ചർ 0 ഡിഗ്രി, 1 ഡിഗ്രി, 2 ഡിഗ്രി, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് -1 ഡിഗ്രി, -2 ഡിഗ്രി, അങ്ങനെയൊക്കെ പറഞ്ഞു പോയാൽ ശരിക്കും ഇതിലെന്തില്ല? ആബ്സല്യൂട്ട് 0 ഇല്ലല്ലോ. ഈ 0 എന്ന് പറയുന്നത് എന്തല്ല? ആബ്സല്യൂട്ട് 0 അല്ല. 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതിനൊരു തണുപ്പുണ്ടല്ലേ? ഐസ് ആവുന്നൊരു സ്റ്റേജാണെന്ത്? 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ട് അല്ലേ? ഇപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് ആണ് എൻ്റെ കയ്യിലുള്ള ഐസ് കട്ട എന്ന് പറഞ്ഞാൽ ആ ഐസ് കട്ടയ്ക്കൊരു വാല്യൂ ഉണ്ട്. അത് പൂർണ്ണമായും 0 അല്ല അല്ലേ? അപ്പോൾ അതിനെന്ത് പറയും? ഇൻ്റർവെൽ സ്കെയിൽ എന്ന് പറയും. അതിന് ആബ്സല്യൂട്ട് 0 ഇല്ല. അപ്പോൾ ഇവിടെ ആബ്സല്യൂട്ട് 0 ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ആബ്സല്യൂട്ട് 0 ഇല്ലാത്ത സ്കെയിലിംഗ് എന്താണ്? ഇൻ്റർവെൽ സ്കെയിലാണ്. ഇനി റേഷ്യോ സ്കെയിൽ നോക്കുകയാണെങ്കിൽ, റേഷ്യോ സ്കെയിലിന് ഉദാഹരണം നമുക്ക് പറയാം. ഇപ്പോൾ എന്താണ്? ഓക്കെ, ഇവിടെ നമുക്ക് ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞ മാറിയതാണ്. ഏജൊക്കെ എന്ത് ചെയ്യണം? റേഷ്യോ സ്കെയിലിന് ഉദാഹരണം കേട്ടോ. ഓക്കെ, ഇൻകം എടുക്കാം. എൻ്റെ കയ്യിൽ എന്താണ്? എൻ്റെ വരുമാനം 5000 രൂപയാണ്. ഓക്കെ, ഒരാൾ പറഞ്ഞു എൻ്റെ വരുമാനം 10000 രൂപയാണ്. ഒരാൾ പറഞ്ഞു എൻ്റെ വരുമാനം 0 രൂപയാണ്. അപ്പോൾ ഇവിടെ 0ന് വാല്യൂ ഇല്ലല്ലോ അല്ലേ? അവിടെ ആബ്സല്യൂട്ട് 0 ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടെമ്പറേച്ചർ 0 എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ 0ന് ഒരു വാല്യൂ ഉണ്ട്. 0 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്താണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. ഹിമാലയ പർവ്വതത്തിൻ്റെ മുകളിൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അവിടെ ടെമ്പറേച്ചർ ഉണ്ട്, ഒരു വാല്യൂ ഉണ്ട്. പക്ഷെ എൻ്റെ കയ്യിലെ വരുമാനം 0 ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വരുമാനം ഇല്ല. അപ്പോൾ ആബ്സല്യൂട്ട് 0 ആണ് അവിടെ ഉള്ളത്. എൻ്റെ കയ്യിൽ 0 ആപ്പിളുകളുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? എൻ്റെ കയ്യിൽ ആപ്പിൾ ഇല്ല എന്നാണ് അർത്ഥം. എൻ്റെ കയ്യിൽ എന്താ പറയുക, ഞാനും നിങ്ങളും തമ്മിലുള്ള ദൂരം 0 കിലോമീറ്ററാണ് എന്ന് പറഞ്ഞാൽ ദൂരം ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ആബ്സല്യൂട്ട് 0 ആണ് ഉദ്ദേശിക്കുന്നത്. ആബ്സല്യൂട്ട് 0 ഉള്ള മെഷർമെൻറ്റ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ് ആൻസർ? റേഷ്യോ സ്കെയിലിനാണ് എന്ത് പറയുക? ആബ്സല്യൂട്ട് 0 എന്ന് പറയുന്ന മെഷർമെൻ്റ് ഉള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓർഡിനൽ സ്കെയിലിൽ കാറ്റഗറികളായിട്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? വാല്യൂസിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഓർഡിനൽ സ്കെയിലിൽ ഒരു ഓർഡർ ഉണ്ടായിരിക്കും, സീക്വൻസ് ഉണ്ടായിരിക്കും. പക്ഷേ എന്തില്ല? ഈ ഓരോ വാല്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കില്ല. ഓക്കെ, ചിലപ്പോൾ എന്താണ് ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും, ചിലപ്പോൾ ഡിസ്റ്റൻസ് കുറവായിരിക്കും. അതിന് ഉദാഹരണം നമ്മൾ പറഞ്ഞെന്താണ്? എഗ്രി, ഡിസഗ്രി, ന്യൂട്രൽ, സാറ്റിസ്ഫൈഡ്, ന്യൂട്രൽ, അൺസാറ്റിസ്ഫൈഡ് എന്നൊക്കെ പറയുന്നത് ഈ വാല്യൂസ് തമ്മിൽ, വേരിയബിൾ തമ്മിൽ ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കണം എന്നില്ല. പിന്നെ ഇൻ്റർവൽ സ്കെയിൽ നമ്മൾ പറഞ്ഞു. ഇൻ്റർവൽ സ്കെയിലിൽ വേരിയബിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? ഈക്വൽ ആയിരിക്കും. പക്ഷേ എന്തുണ്ട്? ആബ്സല്യൂട്ട് 0 ഉണ്ടായിരിക്കില്ല. ആബ്സല്യൂട്ട് 0 ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു 0 ഡിഗ്രി എന്ന് പറഞ്ഞ വാല്യൂ അവിടെ ഒരു വാല്യൂ ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹിമാലയ പർവ്വതത്തിൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടുത്തെ തണുപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു തണുപ്പാണ്, അതൊരു വാല്യൂ ആണ്, അവിടെ ഒരു തണുപ്പുണ്ട്. അത് ഇൻ്റർവൽ സ്കെയിൽ എന്ന് പറയും. റേഷ്യോ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 0 ഇൻ്റർവൽ സ്കെയിൽ തന്നെ ആയിരിക്കും, പക്ഷേ അവിടെ എന്താണ്? ആബ്സല്യൂട്ട് 0 ഉണ്ടായിരിക്കും. ആബ്സല്യൂട്ട് 0 എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പൂർണ്ണമായും 0 വാല്യൂ ഉണ്ടായിരിക്കും. എൻ്റെ കയ്യിൽ 0 ആപ്പിളുകളാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എൻ്റെ കയ്യിൽ ആപ്പിൾ ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ ആബ്സല്യൂട്ട് 0 ഉണ്ട്. ഇതാണ് ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത്. റേഷ്യോ സ്കെയിലാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ ബാക്കി ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞാൻ നിങ്ങൾക്ക് വിട്ടു തരുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാം? ചെയ്തു നോക്കാം. ഇതിൽ നിലവിൽ ചെയ്തതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ?
ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ പ്രോബ്ലം ഭാഗങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഇതുവരെ നമ്മൾ നടത്തിയ ക്ലാസ്സുകളൊക്കെ ഒറ്റ ടോപ്പിക്ക് ബേസ്ഡ് ആയിട്ടായിരുന്നു ക്ലാസ്സുകൾ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് മിക്സഡ് ആയിട്ട് എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ എടുക്കാം. അതായത് പ്രോബ്ലം ഭാഗങ്ങളും തിയറി ഭാഗങ്ങളും മിക്സ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മാത്രമല്ല നമ്മളിനി ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ നീളമുള്ള ലെങ്തി ആയിട്ടുള്ള മാരത്തോൺ ക്ലാസ്സുകൾ കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. അത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഗ്രൂപ്പിൽ അറിയിക്കാം. അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.